മിശിഹായിൽ അനുഗ്രഹീതരായവരെ, ദിവ്യകാരുണ്യ ഈശോ ഈ ദിവസം നിങ്ങളെയും നിങ്ങളുടെ കുടുംബങ്ങളെയും നിങ്ങളുടെ എല്ലാ അധ്വാനങ്ങളെയും പഠനങ്ങളെയും പരീക്ഷകളെയും സമൃദ്ധമായി അനുഗ്രഹിക്കട്ടെ എന്ന് നിങ്ങൾക്ക് ഓരോരുത്തർക്കും വേണ്ടി പ്രത്യേകമായിട്ട് പ്രാർത്ഥിക്കുകയാണ്. ഈശോയുടെ കൃപ ഈ ദിവസം നിങ്ങളിൽ വസിക്കട്ടെ. കർത്താവ് നിങ്ങളെ സംരക്ഷിക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. വിശുദ്ധ മത്തായിയുടെ സുവിശേഷത്തിന്റെ 25-ാമത്തെ അധ്യായത്തിന് 31 മുതലുള്ള തിരുവചന ഭാഗങ്ങളില് അന്ത്യവിധിയെക്കുറിച്ചാണ് ഈശോനാഥൻ പഠിപ്പിക്കുന്നത്. ഈശോനാഥൻ തന്റെ ന്യായപീഠത്തിന്റെ അരികില് വിധി പ്രസ്താവിക്കുന്നതിന് വേണ്ടി കടന്നുവരും. അങ്ങനെ കടന്നു വരുമ്പോൾ സ്വർഗരാജ്യത്തിൽ പ്രവേശിക്കുവാനുള്ള യോഗ്യത കർത്താവിന്റെ നാമത്തിൽ വലിയ കാര്യങ്ങൾ ചെയ്യുന്നവർക്കല്ല, ഉപരിയായിട്ട് ഈ ലോകത്തിൽ ജീവിക്കുമ്പോൾ സഹോദരങ്ങളെ സ്നേഹിച്ചുകൊണ്ട് അവരുടെ നന്മയ്ക്ക് വേണ്ടി ചെയ്യുന്ന ചെറിയ കാര്യങ്ങൾ സ്വർഗത്തിലേക്ക് പ്രവേശിക്കുവാനായിട്ട് നമ്മെ ഓരോരുത്തരെയും യോഗ്യരാക്കുമെന്ന്. പ്രിയപ്പെട്ടവരെ, നമ്മുടെയൊക്കെ ജീവിതത്തില് വലിയ കാര്യങ്ങൾ ചെയ്യുവാനായിട്ട് ഇഷ്ടപ്പെടുന്നവരാണ് നമ്മൾ ഓരോരുത്തരും. നമ്മള് മറ്റുള്ളവർക്ക് കുടിക്കാനായിട്ട് ദാഹിക്കുമ്പോൾ ഒരു തുള്ളി വെള്ളം കൊടുക്കുന്നതിന് വലിയ വിലയുള്ളതായി കാണാറില്ല. രോഗികളെ സന്ദർശിക്കുന്നത് വലിയ വിലയുള്ളതായി കാണാറില്ല. കാരാഗ്രഹത്തിൽ കിടക്കുന്നവരെ സന്ദർശിക്കുന്നതോ അവർക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നതോ വലിയ വിലയുള്ളതായി നമ്മൾ ആരും കാണാറില്ല. എന്നാൽ വലിയ ജനക്കൂട്ടത്തിന് മുമ്പിൽ വലിയ കാര്യങ്ങൾ ചെയ്യുന്നതാണ് വലുതെന്ന് നമ്മൾ ഓരോരുത്തരും കരുതാറുണ്ട്. ദൈവനാമത്തിൽ വലിയ ജനക്കൂട്ടത്തിന്റെ നടുവിൽ നിന്നുകൊണ്ട് വലിയ കാര്യങ്ങൾ ചെയ്യുന്നതല്ല ദൈവത്തിന് പ്രീതികരമായിട്ടുള്ളത്. പിന്നെയോ ചെറിയ കാര്യങ്ങൾ ഏറ്റവും സ്നേഹത്തോടെ അപരന് ചെയ്തു കൊടുക്കുന്നതാണ് ദൈവത്തിന് പ്രീതികരമായിട്ടുള്ള കാര്യം. നിനക്ക് സ്വർഗത്തിൽ പ്രവേശിക്കണമോ? നിന്റെ അധ്വാനങ്ങൾ അനുഗ്രഹിക്കപ്പെടണമോ? നിന്റെ ജീവിതത്തില് ദൈവപ്രീതി ഉണ്ടാകണമോ? നീ ചെയ്യുന്ന കാര്യങ്ങൾക്ക് ദൈവം സംരക്ഷണവും കൃപയും നൽകണമോ? ചെറിയ കാര്യങ്ങൾ വലിയ സ്നേഹത്തോടുകൂടെ ചെയ്യുക. അത് നിന്റെ ജീവിതത്തിന്റെ അരികിൽ നിൽക്കുന്നവർക്ക്, അതൊരു പക്ഷെ നിന്റെ ജീവിത പങ്കാളിക്കായിരിക്കാം, നിന്റെ മക്കൾക്കായിരിക്കാം, നിന്റെ മാതാപിതാക്കൾക്കായിരിക്കാം, നിന്റെ സഹോദരങ്ങൾക്കായിരിക്കാം, അയൽവക്കക്കാർക്കായിരിക്കാം. അത് ഏറ്റവും നന്നായി സ്നേഹത്തോടെ ചെയ്തു കൊടുത്തേ അവർക്ക് ആവശ്യമുള്ളതൊക്കെ അത് ദൈവസന്നിധിയിൽ വലിയ പ്രീതി ഉളവാക്കാനായിട്ട് കാരണമായി തീരും. നമ്മളൊക്കെ നമ്മുടെ സമൂഹത്തിലുള്ളവർക്കോ നമ്മുടെ സഭയിലുള്ളവർക്കോ നമ്മുടെ കുടുംബത്തിലുള്ളവർക്കോ മറ്റുള്ളവർക്കോ നമ്മള് പല കാര്യങ്ങൾ ചെയ്തു കൊടുക്കുന്നതിൽ മടി കാണിക്കുക. എന്നാൽ മറ്റുള്ളവരുടെ മുമ്പില് പേര് കിട്ടുന്ന കാര്യങ്ങൾ ചെയ്യാനായിട്ട് നമുക്ക് വലിയ ഉത്സാഹമാണ്. പ്രിയപ്പെട്ടവരെ, വലിയ ജനക്കൂട്ടത്തിന് മുമ്പില് വലിയ പേര് കിട്ടുന്ന വലിയ കാര്യങ്ങളൊന്നുമല്ല ദൈവസന്നിധിയിൽ പ്രീതികരമായിട്ടുള്ളത് എന്ന് ഓർത്തു നോക്കി. നിന്റെ കുടുംബത്തിൽ നിന്റെ ജീവിത പങ്കാളിയെ അസാധാരണമായ വിധത്തിൽ സ്നേഹിച്ച് നിന്റെ ജീവിത പങ്കാളിക്ക് ഒരു നന്മ ചെയ്തു കൊടുക്കുമ്പോഴുണ്ടല്ലോ, അത് ദൈവസന്നിധിയിൽ പ്രീതിയുള്ളതാ. നിന്റെ മക്കളെ സ്നേഹിച്ച് മക്കൾക്ക് നല്ല സ്നേഹത്തോടെ ഓരോ കാര്യങ്ങൾ ചെയ്തു കൊടുക്കുന്ന ദൈവസന്നിധിയിൽ പ്രീതിയുള്ളതാ. നിന്റെ സമൂഹത്തിലെ സമൂഹാംഗങ്ങൾക്ക് സ്നേഹത്തോടുകൂടെ നീ ചെയ്തു കൊടുക്കുന്ന കാര്യങ്ങളാ ദൈവസന്നിധിയിൽ വിലയുള്ളത്. ഇത് അധികം ആരും അറിയാനായിട്ട് സാധ്യതകളില്ല. പ്രിയപ്പെട്ട ദൈവമക്കളെ, നമ്മുടെ ജീവിതത്തില് നമ്മുടെ കുടുംബത്തിലുള്ള നമ്മുടെ ജീവിത പങ്കാളിക്ക്, മക്കൾക്ക്, മാതാപിതാക്കൾക്ക്, നമ്മുടെ സഹോദരങ്ങൾക്ക്, നമ്മുടെ ചുറ്റുവട്ടമുള്ളവർക്കൊക്കെ നന്മ ചെയ്യുക. അത് സ്നേഹത്തോടെ ചെയ്യുക. അത് ദൈവസന്നിധിയിൽ പ്രീതിയുള്ളതായി തീരും. നമുക്ക് നമ്മുടെ ജീവിതത്തിൽ ദൈവകൃപ നിറയുന്നതിന് വേണ്ടി ചെറിയ കാര്യങ്ങൾ അസാധാരണ സ്നേഹത്തോടെ ചെയ്യുന്നതാണ് എന്നുള്ള ബോധ്യത്തോടെ ഓരോ കാര്യങ്ങൾ നമുക്ക് ചെയ്യാം. അപ്പോൾ ഈശോ നമ്മളെ അനുഗ്രഹിക്കും. കരങ്ങളെ യാചനയോട് പിടിച്ച് നമ്മുടെ ജീവിതത്തെയും ജീവിതത്തിന്റെ ഓരോ കാര്യങ്ങളെയും ഈശോയ്ക്കോട് നമുക്ക് സ്തുതിക്കാം. ഹല്ലേലൂയ. ഈശോയെ നന്ദി. ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. ഈശോയെ ആരാധന, 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 ആരാധന. കർത്താവായ ഈശോയെ, മക്കളെ ഓരോരുത്തരെയും സമർപ്പിക്കുന്നു. ഇവരെ ഓരോരുത്തരെയും അനുഗ്രഹിക്കുകയും ആശീർവദിക്കുകയും ചെയ്യണമേ. ഇവരുടെ ജീവിതങ്ങളിലേക്ക്, ഇവരുടെ അധ്വാനങ്ങളിലേക്ക്, ഇവരുടെ നൊമ്പരങ്ങളിലേക്ക്, ഇവരുടെ ജീവിതത്തിന്റെ കഷ്ടപ്പാടുകളിലേക്ക്, ഇവരുടെ ജീവിതത്തിന്റെ കുറവുകളിലേക്ക് അങ്ങ് ഇറങ്ങി വന്ന് ഇവരെ ഓരോരുത്തരെയും സംരക്ഷിക്കുകയും സഹായിക്കുകയും ചെയ്യണമേ.
ഇവരുടെ ജീവിതത്തിൽ നിന്ന്, ജീവിതത്തിന്റെ വഴികളിൽ നിന്ന് സർവ്വ തിന്മകളും ബന്ധനങ്ങളും കെട്ടുകളും പിശാചിന്റെ ഉപദ്രവങ്ങളും നാരകീയ ശക്തിയിലെ പ്രവർത്തനങ്ങളും ദുരാത്മശക്തിയിലെ പ്രവർത്തനങ്ങളും നിർവീര്യമായി തീരട്ടെ എന്ന് കൽപ്പിക്കുന്നു. ഇന്നിവർ ചെയ്യുന്ന എല്ലാ കാര്യങ്ങളിലും കൃപ നിറയട്ടെ. ഇവരുടെ കുടുംബങ്ങളിൽ കൃപ നിറയട്ടെ. ഇവരുടെ അധ്വാനങ്ങളിൽ കൃപ നിറയട്ടെ. പഠിക്കുന്ന മക്കളിൽ കൃപ നിറയട്ടെ. ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. നിത്യം പിതാവും പുത്രനും പരിശുദ്ധാത്മാവുമായ സർവേശ്വര എന്നേക്കും ആമേൻ.